അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ മക്രോണ വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റിയുള്ളൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കൊടുക്കാറുള്ളത് ഒന്നുകിൽ ഗുലാബ് ജാമ്, ഐസ്ക്രീം, പായസം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ കൊടുക്കാറുള്ളത്. ഇത് നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്ത് നോക്കി, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിന് 1.5 കപ്പ് മക്രോണെടുത്ത് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. കുക്കറിൽ വെള്ളം ഒഴിച്ച് അതിലിട്ട് ഒരു വിസിൽ വരുന്ന വരെ അടിച്ച് വേവിച്ച് വെച്ചതാണ് ഇത്. നമുക്ക് വേവിച്ച് തന്നെ വെച്ചാൽ എളുപ്പത്തിൽ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ വേഗം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കഴിയും കേട്ടോ. പിന്നെ അതിലെ മയോനൈസ് ആവശ്യമാണ്. അതിലേക്ക് ആവശ്യമുള്ള മുന്തിരി, പൈനാപ്പിള്, മിൽക്ക് മെയ്ഡ്, മയോനൈസ്. പിന്നെ അത് ഒക്കെ ഈ മുന്തിരിയും പൈനാപ്പിളൊന്ന് വറുത്ത് കോരുന്നുണ്ട്. പൈനാപ്പിളൊന്ന് വറുത്ത് കോരിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് തണുപ്പിച്ചിട്ടാണ് എനിക്കും കഴിക്കുക. അപ്പോൾ ഇതിനൊരു കയ്പ്പ് വരും പൈനാപ്പിളിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയെടുത്താൽ അതിന് ആ കയ്പ്പ് പോയി കിട്ടും. അപ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ്. നിങ്ങളാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അടുപ്പത്തൊരു തവി വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറേയൊന്നും വേണ്ട. ഇതിലേക്ക് മുന്തിരി ഇട്ട് വറുത്ത് കോരുക. മുന്തിരി ഇവിടെ ആയി വന്നു. മുന്തിരി കരിഞ്ഞ് പോകരുത്, കരിയാതെ വേഗം എടുക്കണം കേട്ടോ. മുന്തിരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പൈനാപ്പിളൊന്ന് പുറത്ത് വരും. ഇതിൻ്റെ കയ്പ്പൊന്ന് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ ഇട്ടാൽ ഒരു ചെറിയ കയ്പ്പ് വരും. ഇതിന് വലിപ്പം കൂടുതലാണെന്ന് തോന്നുകയാണെന്നവർക്ക് ഒന്ന് ചെറുതാക്കാം, ഒന്നും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യട്ടോ. ഞാനങ്ങനെ വലിയ ചെറിയ പീസാക്കാറില്ല. ഒന്ന് വേണ്ടി വന്നാൽ മതി. കാരണം അതൊന്ന് കയ്പ്പ് വിടാനാണ്, വേറെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. മുന്നേ പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ്. പക്ഷെ ഒരു സ്പൂൺ അതിന് മുകളിലുള്ള കയ്പ്പ് ടേസ്റ്റ് വരും ഇതിന്, പൈനാപ്പിളിന്. അപ്പോൾ ഒന്ന് അത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. അധികം പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടൊന്ന് വറുത്ത് പോരുക. മക്രോണ ഒന്ന് വേവിച്ചെടുക്കേണ്ട പണിയുള്ളൂ. ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ മയോനൈസ് ഞാനിതിന് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഒരു അര സ്പൂണോ 1 സ്പൂണോ വേണ്ടവർക്ക്. മയോനൈസ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം. പിന്നെ മിൽക്ക് മെയ്ഡാണ് അത്യാവശ്യം വേണ്ടത്. കാരണം മധുരത്തിനനുസരിച്ച് നല്ല മധുരം വേണ്ടവർക്ക്. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്നതിലൊക്കെ കുറവാണ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിടാം. ഞാൻ മധുരം കുറക്കും കേട്ടോ. അപ്പോൾ ഇതിന് സ്പൂണിന് ഒരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു സ്പൂണോ 2 സ്പൂണോ മിൽക്ക് മെയ്ഡ് വേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി. ഇത് തണുത്തതിന് ശേഷം
ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. മയോണൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക, അതിന് പ്രത്യേക അളവില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക. കഴിയുന്നതും അത്യാവശ്യം മിൽക്ക് മെയ്ഡ് വേണം. മിൽക്ക് മെയ്ഡ് മധുരം വേണമല്ലോ. മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് പാകത്തിന് മധുരം വെച്ച് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് മധുരം കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഇത് നമുക്കിപ്പോൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബൗളിലാക്കിയിട്ട് ഇത് തണുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ അധികം ഓവറായിട്ട് തണുക്കണമെന്നൊന്നുമില്ല. ഒരു തണുപ്പ് വരണം. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ആകെ ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡ്, മയോണൈസ്, മക്രോണ, മുന്തിരി, ഇത് പൈനാപ്പിൾ. ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.